വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റിനകത്ത് നുറുക്ക് ഗോതമ്പ് ഉണ്ടാവും അല്ലേ? ഇന്ന് നമുക്ക് ആ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഫ്ലഫി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. ഇനി അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കണം. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഗോതമ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കത് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഗോതമ്പ് കുതിർത്ത് വെച്ച് വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മൾ കുതിർത്ത് വെച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. കുതിർക്കാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പം നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ ഗോതമ്പ് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് ഇതിന്റെ പാല് മാത്രമാണ് ആവശ്യമുള്ളൂ. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള കണ്ണുള്ള ഒരു അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. അതിലൂടെ നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് അതിലെ പാല് ഫുൾ എടുക്കണം. എന്നിട്ട് അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റ് നമുക്ക് കളയാം. നമ്മൾ സാധാരണ പായസമൊക്കെ വെക്കുമ്പോൾ നുറുക്ക് ഗോതമ്പ് മുഴുവനെപ്പാടെയാണ് ചേർക്കുക. അതാണ് ഹെൽത്തിയും. പക്ഷെ നമ്മൾ പുഡിങ് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് അല്ല നമുക്ക് വേണ്ടത്. അപ്പൊ അതിനകത്ത് വേറെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങളൊക്കെ കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അത് പുഡിംഗ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള നുറുക്ക് ഗോതമ്പിന്റെ പാൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത്തവണ ഞാൻ കുറച്ചുകൂടി ചെറിയ കണ്ണുള്ള ഒരു അരിപ്പയിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം നമ്മൾ ചായയൊക്കെ അരിക്കുന്ന ആ ഒരു പരുവത്തിലുള്ള അരിപ്പ. അതിലൂടെയാണ് ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ പാല് അത്ര എളുപ്പം ഈ അരിപ്പിൽ നിന്ന് താഴോട്ട് പോകുന്നില്ല. അതായത് അതിനകത്ത് ഇനിയും കുറച്ചുകൂടി വേസ്റ്റ് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്തുള്ള പാലൊക്കെ താഴോട്ട് ഊർന്നു പൊക്കോളും. ഇപ്പൊ ഞാൻ നേരത്തെ കണ്ടതിൽ നിന്ന് അപേക്ഷിച്ച് വളരെ കുറച്ച് വേസ്റ്റ് മാത്രമാണ് ഉള്ളൂ. ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇതേപോലെ തന്നെ അരിച്ചെടുക്കണം. ഇപ്പൊ നമുക്ക് കാണുമ്പോഴേ അറിയാം ആ പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഫുൾ താഴോട്ട് പോകുന്നുണ്ട്. ഒട്ടും തന്നെ വേസ്റ്റ് ഇല്ല. ഒരു മിനിമം 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കണം. എന്നാലാണ് ഈ പാല് നല്ല സ്മൂത്ത് ആയിട്ട് തരികളോ അല്ലെങ്കിൽ വേസ്റ്റോ ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടുള്ളൂ. പുഡിങ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ അരിപ്പ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ അതിൽ വേസ്റ്റ് ഇല്ല. ഇനി നിങ്ങൾക്ക് 1-2 പ്രാവശ്യം കൂടി വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 3 പ്രാവശ്യമെങ്കിലും മിനിമം അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പിന്റെ പാല് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1.25 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പാല്. ഇനി അതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പശുവും പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പശുവും പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. ഞാൻ അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. ഞാൻ എപ്പോഴും കാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക് പാനിലാണ് ഉണ്ടാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പണി കഴിയും. അടിയിലൊന്നും പിടിക്കില്ല, കട്ടയൊന്നും കെട്ടാതെ നല്ല നീറ്റായിട്ടുള്ള സിറപ്പ് കിട്ടും. വെള്ളമൊന്നും ചേർക്കാറില്ല കേട്ടോ ഞാൻ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ. ഇപ്പൊ പഞ്ചസാര ഉരുകാൻ തുടങ്ങുന്നുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം കാരമലൈസ് ആയി വരും. എന്നിട്ട് അത് കരിയാനും തുടങ്ങും. അപ്പോൾ ടേസ്റ്റും പോവും. എന്നാൽ ബാക്കി ഭാഗം പഞ്ചസാര പോലും ഉരുകിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് കാരണം കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ പഞ്ചസാരയൊക്കെ ഫുൾ ഉരുകി വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് സമയം വെച്ചിരിക്കരുത് കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കരിഞ്ഞു പോവും. ഒരു കരിഞ്ഞ ചുകയും വരും നമ്മുടെ പുഡിങ്ങിന്.
ഇനി നമ്മൾ ഏത് പാനിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പാനിലേക്ക് നമുക്ക് ഈ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ പാനിന്റെ എല്ലാ വശത്തേക്കും ആ സിറപ്പ് ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റിവെക്കാം. നുറുക്ക് ഗോതമ്പിന്റെ പാല്, പശുപാല്, അതേപോലെ പഞ്ചസാര, ഇത് മൂന്നും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ആണിത്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ഈ സൂചി ഗോതമ്പിന്റെ പാലിന് അത്യാവശ്യം കൊഴുപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ടിയായി തുടങ്ങും. ഇങ്ങനെ കട്ടിയായി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. അതായത് ചെറിയ കട്ട പോലെ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് വീണ്ടും കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പൊ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് വേറെ മിൽക്ക്മെയ്ഡോ മുട്ടയോ റവയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ജലാറ്റിൻ, ചൈനാഗ്രാസ് അങ്ങനത്തെ ഉള്ള തിക്നിങ് ഏജൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര മാത്രമാണ് നമ്മൾ ചേർക്കുന്നുള്ളൂ. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പാകം മതിയാവും. ഇതിൽ കൂടുതൽ കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനി നമ്മൾ കാരമൽ സിറപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള പാനിലേക്ക് നമ്മുടെ ഈ പുഡിങ്ങിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ടിന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. നമ്മളിതിനെ ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ആവിയിലെ വെള്ളം ഒന്നും പുഡിങ്ങിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കവർ ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു സ്റ്റീമറിൽ വെച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മളിത് കുറുക്കി എടുത്തതാണ്. എന്നിരുന്നാലും ആ ഒരു കാരമൽ പുഡിങ്ങിന്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റീം ചെയ്യുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിന്റെ മുകളിലുള്ള ഫോയിൽ പേപ്പർ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇങ്ങനെ മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഫോയിലിൽ നിന്നുള്ള പേപ്പറൊക്കെ പെട്ടെന്ന് തന്നെ പുഡിങ്ങിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മളൊന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ലിക്വിഡി ആയിരിക്കും. നമ്മൾ സാധാരണ മുട്ട വെച്ചുണ്ടാക്കുന്ന കാരമൽ കസ്റ്റാർഡ് പോലെ സെറ്റായിട്ടുണ്ടാവില്ല. പക്ഷെ പേടിക്കേണ്ട, ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി കിട്ടിക്കോളും. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുഡിംഗ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിന്റെ സൈഡിൽ നിന്ന് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ പുഡിംഗ് ആ പാത്രത്തിൽ നിന്ന് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ എപ്പോഴും കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കമത്താണ് ചെയ്യുന്നത് അല്ലേ. വേറൊരു പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ കമത്തിയിടും. അങ്ങനെ നമുക്ക് ഈ പുഡിംഗ് ഒന്ന് ഇൻവേർട്ട് ചെയ്യാം. ഇനി നമുക്ക് പതുക്കെ ഈ പാൻ ഒന്ന് പൊക്കാം. എൻ്റെ ഈ പുഡിംഗ് എന്താണെന്ന് അറിയില്ല, മുകളിൽ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. സാധാരണ ഞാൻ കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ക്രാക്ക് വരാറില്ല. പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ അതേപോലെ ടെക്സ്ചറിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ക്രാക്ക് വന്നതെന്നുള്ളത് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള നമ്മുടെ കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയൊന്നും ചേർത്തിട്ടില്ല. വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.